ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡെലിവറിക്ക് ശേഷം എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇത്രയും നല്ല കൊഴിഞ്ഞു പോകണം, ഇത്ര കൊഴിഞ്ഞു പോകണം എന്ന് പറയാൻ എനിക്ക് പേടിയാണ്. തലയിൽ ചീകാൻ തന്നെ ഭയങ്കര പേടിയാണ്. കാരണം അത്രയ്ക്ക് എൻ്റെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ ഫസ്റ്റ് ഡെലിവറിക്കും നിത്തുവിന് ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് 90 വരയ്ക്ക് എനിക്ക് ഒരു മുടി പോലും പോയിട്ടായില്ല. 90 കഴിഞ്ഞ ശേഷം മുടി എങ്ങനെ പോകണമെന്ന് അറിയില്ല, അങ്ങനെ കൊഴിഞ്ഞു പോവുക. ഞാനപ്പോൾ ചോദിച്ചു എൻ്റെ മുടി മൊത്തം പോയിന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഓക്കെ വീണ്ടും എൻ്റെ മുടി മെല്ലെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ വീണ്ടും സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞു, സെയിം അവസ്ഥ. 90 ആയതും എൻ്റെ മുടി കൊഴിയാൻ തുടങ്ങി. കൊഴിയണമെന്ന് പറഞ്ഞാൽ മുടി ഇതാ ഇങ്ങനെ എടുത്താൽ മതി, ഇങ്ങനെ മൊത്തം അങ്ങോട്ട് വരും എന്ന് പറയാൻ അത്ര മുടിയാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, എൻ്റെ മുടി എത്ര പോകുന്നുണ്ടെന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ, മെഡിസിനൊന്നും എടുക്കണില്ല. കാൽഷ്യം അയണും കഴിക്കുന്നുണ്ട്, വേറെ മെഡിസിനൊന്നും എടുക്കണമെന്നില്ല. പിന്നെ എനിക്ക് എണ്ണ തേക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെ എണ്ണ തേക്കുള്ളൂ, അത് പിടിച്ചെടുത്തിട്ടൊക്കെ എണ്ണ തേപ്പിക്കണം. കാച്ചി എണ്ണ അങ്ങനെ തന്നെ ഞാൻ എല്ലാ എണ്ണയും തേക്കും. പ്രത്യേകിച്ച് മുടിനെ സംരക്ഷിക്കാറൊന്നുമില്ല. പക്ഷെ ഇപ്പം മുടി പോകണോണ്ട് ഭയങ്കര സങ്കടം, നല്ല മുടി കൊഴിച്ചതാ. എന്തുമ്മാ? ഓക്കെ, നമുക്ക് ഇടാം. ശരി, റെഡിയാക്കാം. നമുക്ക് വേറെ ഇടാം. ഓക്കെ, ശരി, ഓക്കെ, ഡൺ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ മുടി എത്ര പോകുന്നുണ്ടെന്ന്. ആരും കണ്ണ് വയ്ക്കാൻ ഞാൻ പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല. ഞാൻ ലൈവായി കാണിച്ചു തരാം വിത്ത് പ്രൂഫ്. അപ്പോൾ ഞാൻ മുടി അഴിക്കാൻ പോവാണ്. ഇതാണ് എൻ്റെ മുടി കേട്ടോ. അത്ര മുടിയൊന്നുമില്ല, കുറച്ച് മുടിയൊന്നുള്ളൂ. പക്ഷെ ഇത് മൊത്തം പോണ അവസ്ഥയാണ്. ചെയ്ത് കഴിച്ചത് ഭയങ്കര മുടി പോക്കാം. എന്തൊന്നുമില്ലാത്ത മുടി പോക്കാറില്ല. ഞാൻ തലയ്ക്ക് ചീന്താൻ തന്നെ പേടിയാണ്. അയ്യോ, തലമുടി മൊത്തം പോകാനുണ്ട്, ഭയങ്കര പേടിയാണ് അത് ചീന്താൻ തന്നെ. മനസ്സിലാട്ടോ. ഇത് ടാറ്റ പോവാ ഇട്ടും ഏട്ടനോടി പുറത്തിറങ്ങാണ്. എല്ലാവർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടോന്നൊന്ന് പറയണേ. ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ അങ്ങനെ ഡെലിവറി കഴിഞ്ഞാൽ അങ്ങനെ മുടി പോവില്ല എന്നൊക്കെ വിചാരിച്ചു. എല്ലാവരും പറയേണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ പോകത്തില്ല എന്ന്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് 2 വട്ടം നല്ല മുടി പോകും. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ ശേഷം ഇങ്ങനെ മുടി പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും പറയാറുണ്ട് മുടി പോവും, ഓരോരുത്തർ ഡെലിവറി കഴിഞ്ഞാൽ തടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ 2 ഡെലിവറിക്ക് ഞാൻ മെലിയാട്ടോ ചെയ്തത്. ഞാൻ അങ്ങനെ തടിച്ചിട്ടൊന്നുമില്ല, ഞാൻ സാധാ നോർമലി അതുപോലെ തന്നെ കേട്ടോ. അതിലൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. തടി വെക്കുമ്പോൾ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ തടി വെക്കുക, ജിമ്മിന് പോകണം. അതിന് ശേഷം ഡെലിവറിക്ക് പോയി നേരെ തടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്യോ ഇനി തടി വെച്ച് കഴിഞ്ഞാൽ ജിമ്മിന് പോയിട്ട് വീണ്ടും സ്ലിം ആവേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ പിന്നെയാണ് എനിക്ക് സത്യം മനസ്സിലായത്, ഞാൻ തടിക്കാൻ പോണില്ല അത് അങ്ങനെ. പക്ഷെ ഈ മുടിൻ്റെ കാര്യത്തിൽ അവർ ചിലർ പറഞ്ഞു പെൺകുട്ടികളെ പ്രസവിച്ച മുടി പോകും പറഞ്ഞു. അതെന്താണെന്ന് എനിക്കറിയില്ല, അതിൽ കറക്റ്റായിട്ട് എനിക്കറിയില്ല. അതെനിക്ക് വലിയ വിശ്വാസമില്ല. ചിലപ്പോൾ വേണമെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ശേഷം മെഡിസിനൊക്കെ നിർത്തിയതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ പോവുമായിരിക്കും. അല്ലാതെ അതിൽ ജെൻഡർ വ്യത്യാസമായിട്ട് എനിക്കങ്ങനെ അറിയത്തില്ല കേട്ടോ. അങ്ങനെ വല്ലതും ആർക്കെങ്കിലും അറിയാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. അങ്ങനെ എല്ലാവരുടെയും മുടി പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ മാത്രമാണ് എനിക്കറിയില്ലല്ലോ. പക്ഷെ ഡെയിലി ചീന്തും, അത്രയ്ക്ക് നല്ല മുടി, അത്രയ്ക്ക് മുടി വീണ്ടും പോവും. ഒരു കയ്യും കണക്കില്ല പറഞ്ഞ പോലെയാണ് മുടി പോക്കും. അക്കു സ്കൂളിൽ വന്നോ? എന്താ നിത്തു കറങ്ങാൻ പോയി ഒരു മിനിറ്റ്. അപ്പോൾ ഇടയിൽ ഞാൻ പോയി, ഇടയിൽ നമ്മുടെ തക്കുട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സംസാരിക്കാതെ പോയി. ഡെയിലി എനിക്കെൻ്റെ മുടി ചീന്താൻ ഭയങ്കര പേടിയായിപ്പോയി. ഞാൻ ഡെയിലി ഇപ്പം മുടി ചീവാറില്ല, എനിക്ക് പേടിച്ചിട്ട്. പൊതുവെ ഞാൻ അങ്ങനെ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യില്ല. ഞാൻ അങ്ങനെ ഷാമ്പൂ, എണ്ണ അതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. അധികം കമ്മിയുണ്ട്. എണ്ണ തേക്കാൻ തന്നെ ഭയങ്കര മടിയാണ്. എനിക്ക് പൊതുവെ മുടി നോക്കാൻ ഭയങ്കര മടിയാണ്. എൻ്റെ അമ്മയാണ് എനിക്ക് ചെറുപ്പം മുതലേ മുടി ചീന്തി തരിക, കെട്ടിത്തരിക, എണ്ണ തേച്ച് എല്ലാം അമ്മയായിട്ട് ചെയ്യാറ്. ഞാനങ്ങനെ എനിക്ക് മുടിയോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, മുടി അത്രയ്ക്ക് പോണതുകൊണ്ട്. കഴിഞ്ഞു ഏകദേശം. ഇനിയും ചിന്തിക്കാനേ ഇനിയും മുടി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചീകി കെട്ടെല്ലാം അറുത്ത് ഇടാൻ മുടി.
ഇതിൻ്റെ നീളമുണ്ടത് മാത്രമേ ഉള്ളൂ, ഒരു കട്ടിയില്ല, നീളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. ഞാൻ വിചാരിക്കുന്നു മുടിയൊക്കെ വെട്ടിയിട്ടാണ്ട് കളഞ്ഞു വന്നു. ഞങ്ങൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി മുടിൻ്റെ കാര്യത്തിൽ, അത്ര മുടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുടി കെട്ടി ജസ്റ്റ് ഞാനത് കെട്ടി വയ്ക്കണം. ഇനി മുടി കാണിച്ചു തരാം. ഇപ്പോൾ വന്ന മുടി കേട്ടോ, നേരെ മൊത്തം മുടിയാണ്. ഇപ്പോൾ ഇത്ര നേരം കൊണ്ട് ഞാൻ ചീയിട്ട് എൻ്റെ മുടിയിൽ നിന്ന് കെട്ടറുത്തപ്പോൾ ഉള്ള മുടി ഇതാ. ഇതിപ്പോൾ നമ്മളൊന്ന് കൂട്ടിപ്പിടിച്ചാൽ ഇതാ ഇത്രയ്ക്ക് മുടി, ഇത്ര മുടിയാണ് പോണത്. അതിപ്പോൾ ഞാൻ രാവിലെ ചിന്ത വെച്ചൊരു ഉച്ചയാകുമ്പോഴേക്ക് വീണ്ടും എനിക്ക് ഇത്ര മുടി വീണ്ടും വരും. ഇതൊക്കെ വളരണുണ്ടോ എന്തോ, പോണത് മാത്രമാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഇത്ര മുടി ഇപ്പോൾ തിരക്കാതെ പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടോ എന്നൊക്കെ ഒന്ന് പറയുക, കമൻറ്റ് ചെയ്യുക. ഡെലിവറി ചെയ്യുന്ന ശേഷം ഇത്ര മുടി പോകണ്ടോന്നൊക്കെ ഒന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞാൻ ഈ മുടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്ളോഗ് എടുത്തതാണ്, എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, മുടി പോകാണ്ടിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. മരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തേച്ച് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ, ടാറ്റാ.